അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൽ 2 ഡിസൈൻസ് ഉണ്ട്. ഒന്ന് വന്നിരിക്കുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ്. അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോണിലാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ള പേസ്റ്റൽ ടോൺസിലാണ് ഇത് വന്നിരിക്കുന്നത്. 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് ഗജി സിൽക്ക് ഫാബ്രിക്കിൽ മൊഡാൽ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൻ്റെയും കൂടെയൊക്കെ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ പാച്ച് വർക്ക് പാറ്റേൺ ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ഡിസൈനാണ്. ഇതിലേക്ക് 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മെറൂണിൽ തന്നെ ഡീപ്പ് മെറൂൺ ആണ്. ഡീപ്പ് മെറൂണിൽ തന്നെ നമുക്ക് 2 കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്കിലും 2 കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഗജി സിൽക്ക് ഫാബ്രിക്കിലോട്ട് ഫുൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് യോക്കിലേക്ക് ഇത് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കും ഇൻഡിഗോ ബ്ലൂ ഒക്കെ മെറൂണിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലുള്ള അജ്രക്കിൻ്റെ ഫാബ്രിക്കാണ്. ഇത് മൊഡാൽ മസ്ലിൻ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചുറ്റും റണ്ണിങ് സ്റ്റിച്ചസും പൈപ്പിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ ഹെം ലൈനിലോട്ടും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും നോർമൽ പ്ലെയിൻ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഈ യോക്കിൽ വെച്ചേക്കുന്ന പോലെ തന്നെ സെയിം ആ ഒരു ഫാബ്രിക്കിൽ മൊഡാൽ മസ്ലിൻ പ്യുവർ മൊഡാൽ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ ദുപ്പട്ടയുടെ ആ ഒരു ഡിസൈൻ വരുന്നത്. പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ് ബോട്ടം. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഡീപ്പ് മെറൂൺ കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. യോക്കിലേക്കപ്പം ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലുള്ള ആ ഒരു പാച്ച് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ദുപ്പട്ടയെല്ലാം അതേപോലെ തന്നെ സെയിം ഡിസൈനാണ്. അപ്പോൾ ഇതിലേക്ക് ആ ഇൻഡിഗോ ബ്ലൂ മെയിൻ കളർ കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത്. ബോട്ടവും കോൺട്രാസ്റ്റ് ആയിട്ട് വരും. ഇനിയുള്ളത് ജെറ്റ് ബ്ലാക്കിലാണ്. അപ്പോൾ ഇതിൽ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിൽ കഷിഷാണ്. അപ്പോൾ ബ്ലാക്കാണ് അതിൻ്റെ ഒരു മെയിൻ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത്. യോക്കിലേക്കും ദുപ്പട്ടയും എല്ലാം ആ ഒരു കഷിഷിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുമ്പോഴും ആ കഷിഷ് ഷെയ്ഡിലോട്ട് വരും. പിന്നെ ബ്ലാക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡും കൂടിയാണ് അവൈലബിൾ ആയത്. നല്ലൊരു റെഡിഷ് മെറൂൺ ടോണാണ്. അപ്പോൾ അതിലേക്ക് യോക്കും ദുപ്പട്ടയും ബോട്ടും എല്ലാം ആ ഒരു ടോണിലോട്ട് വരും. പിന്നെ ടോപ്പിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് പാറ്റേൺ. സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്ക് വരുമ്പോൾ ഇതിന് യോക്കിലേക്ക് ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് പാറ്റേൺ ഒക്കെ വരുന്ന രീതിയിലുള്ള ലേസാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ 2 ജോയിൻ ചെയ്ത് ചുറ്റും പിന്നെ ക്രോഷ്യ ലേസിൻ്റെ ഒക്കെ പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. ബാക്കിയെല്ലാം നോർമൽ സിൽക്കി കോട്ടയിൽ തന്നെയുള്ള രീതിയിലാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഞാൻ പറഞ്ഞ പോലെ പ്യുവർ ഷിഫോണിലുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ചുറ്റുമുള്ള ആ ക്രോഷ്യ ലേസ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ്. സിൽക്കി കോട്ടയിൽ ഇനി കളേഴ്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മിൻറ്റ് ഗ്രീൻ ടോണിലോട്ടാണ്. അല്ലാതെ സെയിം ഡിസൈനിൽ തന്നെ ദുപ്പട്ട അതുപോലെയാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ഡീപ്പ് ക്രീം കളറിലോട്ടാണ് വരുന്നത്. അതും അതേപോലെ തന്നെ പാറ്റേൺ 2299 റേഞ്ചിലോട്ടാട്ടോ ഈ സെറ്റുകൾ വരുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു ഐസ് ബ്ലൂ ടോണിലോട്ടാണ്. അങ്ങനെ 4 കളേഴ്സാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്.